കഥയാരംഭിക്കുന്നത് തമ്മിൽ ഏറ്റുമുട്ടുന്ന രണ്ട് ഗ്യാങ്ങുകളിൽ നിന്നുമാണ്. അവർക്കിടയിൽ വളരെ അപകടകരമായ ഒരു പോരാട്ടം തുടങ്ങുന്നു. ക്രൂരമായി മർദ്ദനമേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായ സുക്കാസ എന്ന ചെറുപ്പക്കാരനെ നമ്മൾ പരിചയപ്പെടുന്നു. സുക്കാസ വീണ്ടും എഴുന്നേറ്റു നിന്നു. അവന്റെ സുഹൃത്തുക്കൾ അവനെ പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ വഴക്കം നടക്കുന്നത്? ആരാണ് ഈ സുക്കാസ? ഇതറിയാൻ കുറച്ചുകാലം പിന്നിലേക്ക് പോകണം. രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സുക്കാസ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു. അവൻ കുട്ടിയായിരുന്നപ്പോ 3 ആൺകുട്ടികൾ വന്ന് അവന്റെ പണം തട്ടിയെടുത്തു. മോനെ, പോയി വീട്ടിലിരുന്ന് പഠിക്കാൻ നോക്കടാ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ സുക്കാസ അവരെ ഭയപ്പെട്ടില്ല. പകരം അവരോട് പോരാടാൻ തയ്യാറായി. അപ്പോഴാണ് മുരാക്കോശി എന്നൊരു വ്യക്തി അങ്ങോട്ടേക്ക് കടന്നു വന്നത്. അയാൾ ആ 3 ആൺകുട്ടികളെയും തല്ലിയോടിച്ചു. മുരാക്കോശിയെ ഭയന്ന് അവർ മൂവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് മുരാക്കോശി സുക്കാസയുടെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചു. മുരാക്കോശിയുടെ മോട്ടോർ സൈക്കിൾ കണ്ട് സുക്കാസ അത്ഭുതപ്പെട്ടു. കാരണം അതിനു മുമ്പ് അവൻ ഒരിക്കലും ഒരു മോട്ടോർ സൈക്കിൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മുരാക്കോശി അവനോട് പറഞ്ഞു, ഈ മോട്ടോർ സൈക്കിളുമായി ഞാനൊരു ലെജൻഡറി മനുഷ്യനായി മാറും. നീയും എപ്പോഴെങ്കിലും ഒരു മോട്ടോർ സൈക്കിൾ ഓടിച്ചു നോക്കണം. അത് വലിയ ആനന്ദം നൽകും. അത്രയും പറഞ്ഞ് മുരാക്കോശി അവിടെ നിന്ന് പോയി. എന്നാൽ അപ്പോഴേക്കും സുക്കാസ മുരാക്കോശിയെ തന്റെ ഐഡലായി മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. സുക്കാസയ്ക്കിന്നും മുരാക്കോശിയെ മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവന്റെ കൈവശം മുരാക്കോശിയുടെയും അവന്റെ മോട്ടോർ സൈക്കിളിന്റെയും ചിത്രമച്ചടിച്ചൊരു പത്രപരസ്യമുണ്ടായിരുന്നു. സുക്കാസയ്ക്ക് മുരാക്കോശിയെ പോലെ ഒരു യഥാർത്ഥ പുരുഷനാകണം, ഒരു ബൈക്കറാകണം എന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ വീട് വിട്ടിറങ്ങി. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. അന്ന് സുക്കാസയെ കണ്ടുമുട്ടിയതിനു ശേഷം മുരാക്കോശി ജപ്പാനിലെ മുഴുവൻ റൈഡർമാരുടെയും ബൈക്കർമാരുടെയും ഇടയിൽ നമ്പർ 1 ആയി മാറി. മുരാക്കോശിക്കൊപ്പം എത്താൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ അയാൾ ഒരു ലെജൻഡായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീട് മുരാക്കോശി തന്റെ ഇതിഹാസ മോട്ടോർ സൈക്കിൾ എവിടെയോ ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് ആ ലോകത്തു നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷനായി. അതിനുശേഷം ജപ്പാനിൽ ഒരു പുതിയ യുഗം തന്നെ ആരംഭിച്ചു. പുതിയ തലമുറയിലെ ആളുകൾ ആ ഇതിഹാസ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു റൈഡർമാരുടെ യുഗം ഉടലെടുത്തു. അതിനായി അവരെല്ലാം അവരവരുടേതായ ഗ്യാങ്ങുകൾ രൂപീകരിച്ചു. റൈഡർമാർക്കിടയിൽ 1ാം സ്ഥാനത്തെത്താൻ വേണ്ടി പരസ്പരം പോരടിക്കാനും തുടങ്ങി. വീട് വിട്ടിറങ്ങിയ സുക്കാസ അന്നൊരു പുഴയ്ക്കരികിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അവൻ കുറച്ച് റൈഡർമാരെ കണ്ടു. സുക്കാസ ഉടനടി തന്റെ സൈക്കിളിൽ അവരെ പിന്തുടരാൻ ആരംഭിച്ചു. ആ റൈഡർമാർ ബീസ് ഗ്യാങ്ങിന്റെ ഭാഗമായിരുന്നു. അവരുടെ നേതാവ് കാജു എന്നൊരു ചെറുപ്പക്കാരനാണ്. കാജു അവർക്കെല്ലാം വളരെ ഗൗരവമേറിയ ഒരു പ്രസംഗം നൽകിക്കൊണ്ട് പറഞ്ഞു, നാം ബീസ് ഗ്യാങ്ങിലെ അംഗങ്ങളാണ്. നമ്മളല്ലാതെ മറ്റാരും 1ാം സ്ഥാനത്തെത്തരുത്. കൃത്യം ആ സമയത്താണ് സുക്കാസ സൈക്കിൾ ചവിട്ടി അവിടേക്ക് വരുന്നത്. കാജു അവനോട് ചോദിച്ചു, നീ ഏതാടാ? തനിക്കും അവരുടെ റൈഡർ ഗ്യാങ്ങിൽ ചേരണം എന്ന് സുക്കാസ പറഞ്ഞു. അത് കേട്ട കാജു തന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു പയ്യനെ മുന്നോട്ട് വിളിക്കുകയും അവരിരുവരോടും പരസ്പരം പോരാടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ പോരാട്ടത്തിൽ സുക്കാസ ജയിച്ചാൽ അവൻ ആ ഗ്യാങ്ങിൽ ചേരാം. അതായിരുന്നു നിബന്ധന. സുക്കാസ ജീവിതത്തിൽ അതിനു മുമ്പ് ഒരിക്കലും ആരോടും വഴക്കിട്ടിട്ടില്ല, ഫൈറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ പയ്യനോട് ക്രൂരമായി തല്ലുവാങ്ങിക്കൂട്ടാൻ തുടങ്ങി. തനിക്ക് ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ നിമിഷം സുക്കാസ തന്റെ സൈക്കിളും എടുത്ത് അവിടെ നിന്ന് ജീവനും കൊണ്ടോടി. ബീസ് ഗ്യാങ് മെമ്പേഴ്സ് ആകട്ടെ സുക്കാസയെ തല്ലാൻ അവന്റെ പുറകെ വെച്ചുപിടിച്ചു. സുക്കാസ ഒരു സ്ഥലത്ത് പോയി ഒളിച്ചെങ്കിലും അവർ അവനെ കണ്ടെത്തി. സുക്കാസ വീണ്ടും ഓടാൻ തുടങ്ങി. ഇതേ സമയം മറുഭാഗത്ത് യോ എന്നൊരു മറ്റൊരു ചെറുപ്പക്കാരനെ നാം പരിചയപ്പെടുന്നു. അവനൊരു റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുകയായിരുന്നു. പെട്ടെന്ന് അവൻ എന്തോ ഒരു ശബ്ദം കേട്ടു. സുക്കാസ തന്റെ സൈക്കിൾ കൊണ്ട് അവന്റെ കാറിൽ ഇടിച്ചിരുന്നു. സുക്കാസ ഉടൻ തന്നെ യോയോട് മാപ്പ് ചോദിക്കാൻ തുടങ്ങി. കൂടാതെ ഞാനിനി ഒരിക്കലും നിങ്ങളുടെ ഗ്യാങ്ങിൽ ചേരുന്നതിനെ കുറിച്ച് സംസാരിക്കില്ല എന്നും പറഞ്ഞു. സുക്കാസ യോയെ ബീസ് ഗ്യാങ്ങിലെ അംഗമാണെന്നായിരുന്നു തെറ്റിദ്ധരിച്ചത്. അപ്പോഴേക്കും ബീസ് ഗ്യാങ് മെമ്പേഴ്സ് അങ്ങോട്ടേക്ക് എത്തി. യോ സുക്കാസയുടെ കൂടെയുള്ള ആളാണെന്ന് അവർ കരുതി. അവർ യോയോടും വഴക്കിടാൻ വേണ്ടി ആരംഭിച്ചു. എന്നാൽ അപ്പോഴേക്കും കാജു അവിടെ എത്തിച്ചേർന്നു. തങ്ങളുടെ ഗ്യാങ് അംഗങ്ങളെ തടഞ്ഞു. കാജു പറഞ്ഞു, ഇത് യോ ആണ്, നിങ്ങൾക്കവനെ തോൽപ്പിക്കാൻ കഴിയില്ല. കാജുവും യോയും പരസ്പരം മറിയുന്നവരായിരുന്നു. യോ ഉള്ളതുകൊണ്ട് കാജു സുക്കാസയെ ഉപദ്രവിക്കാതെ അവിടുന്ന് പോയി. തുടർന്ന് യോ സുക്കാസയോട് ചോദിച്ചു, ഇനി നീ പറ, നീ ആരാണ്? സുക്കാസ മാപ്പ് ചോദിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങൾ അത്രയും പറഞ്ഞു. ബൈക്കറാവാൻ ആഗ്രഹിച്ചതും വീട് വിട്ടിറങ്ങിയതും ബീസ് ഗ്യാങ്ങിൽ ചേരാൻ ചോദിച്ചതോടെ നടന്ന കാര്യമത്രയും. എല്ലാം കേട്ടതും യോ പറഞ്ഞു, ആ നിലവാരമില്ലാത്തവന്മാരുടെ കൂടെ നീ ചേരേണ്ട യാതൊരു ആവശ്യവുമില്ല.
അതിനുശേഷം യോ സുക്കാസയെ തന്റെ കൂടെ ലവേഴ്സ് ഓട്ടോ റിപ്പയർ ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവൻ പറഞ്ഞു, നീ എന്റെ വണ്ടി തകർത്തു, എന്നെ ശല്യപ്പെടുത്തി, അതുകൊണ്ട് നഷ്ടപരിഹാരമായി എനിക്കൊരു $5000 തരണം. എന്നാൽ സുക്കാസയാകട്ടെ യോ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നേയുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ബൈക്കുകൾ കണ്ട് അതും നോക്കി അവൻ അത്ഭുതപ്പെടുകയായിരുന്നു. അവൻ ആ ബൈക്കുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. യോയുടെ കൂട്ടുകാരനായ ഈജി സുക്കാസയ്ക്ക് മറ്റു പല ബൈക്കുകളും കാണിച്ചു കൊടുത്തു. അതേസമയം അവരുടെ കൂട്ടുകാരനായ ഹിസാബിനോടും പറഞ്ഞു, ഇത്രയും നേരം നീ നിന്നോട് തന്നെയാ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇവന്റെ ചെവിയിൽ ഒന്നും വീണിട്ടില്ല. പിന്നീട് പോകുന്ന സമയത്ത് ഈജി സുക്കാസയ്ക്ക് തന്റെ കാർഡ് നൽകി വീണ്ടും വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സുക്കാസ അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോഴാണ് ഈജിയും യോയും അവിടെ വെച്ചിരുന്ന പണം കാണുന്നത്. അത് സുക്കാസ അവിടെ വെച്ചിട്ട് പോയതായിരുന്നു. അത് കണ്ട യോയ്ക്ക് സുക്കാസ ഒരു വലിയ പണക്കാരനാണ് എന്ന് മനസ്സിലായി. യോ ഉടനടി ഓടിച്ചെന്ന് അവനെ പിടിച്ചുകൊണ്ടുവന്നു. അവർ സുക്കാസയെ വളരെ നന്നായി സൽക്കരിക്കാൻ തുടങ്ങി. നിനക്കെന്ത് വേണമെങ്കിലും ഞങ്ങളോട് പറയാം എന്നവർ പറഞ്ഞു. അപ്പോൾ സുക്കാസ പറഞ്ഞു, ഞാൻ ആ ഇതിഹാസ ബൈക്ക് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കതിൽ സഞ്ചരിക്കണം. എന്നാൽ അത് കേട്ട് അവർ ചിരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, നിനക്കെന്തടാ ഭ്രാന്താണോ? ആ ഇതിഹാസ ബൈക്ക് വെറും കഥകളിൽ മാത്രമുള്ളതാ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ബൈക്കില്ല. സുക്കാസ തന്റെ കൈവശമുള്ള പത്രത്തിലെ ആ ബൈക്കിന്റെയും മുരാക്കോഷിയുടെയും ചിത്രം അവരെ കാണിച്ചു. അത് കണ്ടതും അവര് പറഞ്ഞു, നിനക്കങ്ങനെ ഒരു ബൈക്കറാകണമെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. അവർ പിന്നാലെ സുക്കാസയുടെ വസ്ത്രങ്ങളെല്ലാം മാറ്റിച്ച് അവനൊരു റൈഡർ ലുക്ക് നൽകി. തന്നെ അത്രയും മനോഹരമായി കണ്ട് സുക്കാസയും അത്ഭുതപ്പെട്ടു. അതിനുശേഷം യൂജി പറഞ്ഞു, പുറമേ നിന്നും മാത്രം പോരാ, ഉള്ളിൽ നിന്നും നീ സ്മാർട്ട് ആകണം. അവർ സുക്കാസയെ ഒരു ക്ലബിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, നീ പെൺകുട്ടികളോട് സംസാരിക്കാൻ പഠിക്കണം. സുക്കാസ അവിടെ വെച്ച് പല പെൺകുട്ടികളോടും സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിനൊട്ടും കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു പെൺകുട്ടിക്കും അവനെ അങ്ങ് ഇഷ്ടപ്പെട്ടതുമില്ല. സുക്കാസ സങ്കടത്തിലായി. മറുവശത്ത് യോയും ഹിസാവുവും മീജിയും പെൺകുട്ടികളുമായി വളരെ എളുപ്പത്തിൽ സൗഹൃദത്തിലാകുന്നതും ഇടപഴകുന്നതും അവൻ കണ്ടു. സുക്കാസ പിന്നീട് വിഷമത്തോടെ ക്ലബിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അവിടെയാണ് കുമി എന്നൊരു പെൺകുട്ടി തന്റെ സുഹൃത്തുക്കളുടെ കൂടെ ആദ്യമായി ക്ലബിൽ വന്നിരുന്നത്. അവളും വളരെ പരിഭ്രാന്തിയായിരുന്നു. അതുകൊണ്ട് കുറച്ചു സമയത്തിനകം അവളും പുറത്തേക്ക് വന്നു. അവിടെ സുക്കാസ ഇരിക്കുന്നത് അവൾ കണ്ടു. തങ്ങൾ രണ്ടുപേരും ആദ്യമായാണ് ക്ലബിൽ വരുന്നതെന്ന് ഇരുവരും മനസ്സിലാക്കി. സുക്കാസയും കുമിയും സംസാരിക്കാനും തുടങ്ങി. ക്ലബ്ബുകൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആളുകളല്ല തങ്ങളെന്ന് അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. കുമി പറഞ്ഞു, എനിക്കിവിടെ പുറത്തിരിക്കുമ്പോഴാ കൂടുതൽ സന്തോഷവും ഇഷ്ടവും തോന്നുന്നത്. കൃത്യം ആ സമയത്ത് ബീസ്റ്റ് ഗ്രൂപ്പിലെ 3 അംഗങ്ങൾ സുക്കാസയെ കണ്ട് തിരിച്ചറിഞ്ഞു. അവർ കുമി സുക്കാസയുടെ കാമുകിയാണെന്ന് കരുതി അങ്ങോട്ടേക്കെത്തി പ്രശ്നമുണ്ടാക്കാനും അവളെ ബലമായി പിടിച്ചുകൊണ്ടു പോവാനും ശ്രമിച്ചു. എന്നാൽ കുമിയെ രക്ഷിക്കാൻ സുക്കാസ മുന്നിട്ടിറങ്ങി. ഇതിനിടയിൽ യോയും ബാക്കിയുള്ളവരും പുറത്തേക്ക് വന്ന് ഇതൊക്കെ നോക്കിക്കണ്ടു. പക്ഷേ സുക്കാസ സ്വന്തമായി പോരാടാൻ പഠിക്കട്ടെ എന്ന് കരുതി അവർ അവനെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. സുക്കാസ കുമിയെ രക്ഷിക്കാൻ ആ പയ്യന്മാരോട് പോരാടുകയും ഒരുവന്റെ മുഖത്ത് ശക്തമായി ഇടിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ക്ലബിലെ സെക്യൂരിറ്റി ഗാർഡ് പുറത്തേക്ക് വന്നു. അത് കണ്ട് യോയും ബാക്കിയുള്ളവരും സുക്കാസയെയും കൂട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ബീസ്റ്റ് ഗ്രൂപ്പിലെ അംഗങ്ങളും ഉടൻ തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. എന്നാൽ സുക്കാസ തന്റെ ജീവൻ രക്ഷിച്ചത് കണ്ടിരുന്ന കുമിക്ക് അവനോട് വലിയ താല്പര്യം തോന്നി. അവനിൽ അവൾ ആകൃഷ്ടിയായി കഴിഞ്ഞിരുന്നു. പിന്നീട് ലവേഴ്സ് ഓട്ടോ റിപ്പയർ ഷോപ്പിൽ എത്തിയപ്പോ സുക്കാസ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ തടഞ്ഞത്? എനിക്ക് അവരെ ഒരു പാഠം പഠിപ്പിക്കണമായിരുന്നു. യോ പറഞ്ഞു, നീ അവരുമായി കൂടുതൽ വഴക്കിട്ടിരുന്നെങ്കിൽ അവർ നിന്റെ പിന്നാലെ കൂടിയേനെ. ഈ സമയത്ത് ഹിസാവും മീജിയും പറഞ്ഞു, സുക്കാസ ഇന്ന് പോരാടുമ്പോ നിന്നെ കണ്ട വളരെയധികം സ്മാർട്ടായിട്ട് തോന്നി, ഇതാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈജി സുക്കാസയ്ക്ക് ഒരു പുതപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് പോകാൻ വേറെ ഇടമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇനി നിനക്ക് ഇവിടെ താമസിക്കാം. ഇന്നു മുതൽ നീയും ഞങ്ങളുടെ ടീമിന്റെ ഭാഗമാണ്. അത് കേട്ട് സുക്കാസയ്ക്ക് വലിയ സന്തോഷമായി. സുക്കാസ അവരുടെ കൂടെ അവിടെ ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ അവർ സുക്കാസയെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇരിക്കുന്ന ആളുകളെ കണ്ട് സുക്കാസയ്ക്ക് അതൊരു സാധാരണ റെസ്റ്റോറന്റ് അല്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് റെസ്റ്റോറന്റ് ഉടമയും ഷെഫുമായ തോഷി അങ്ങോട്ടേക്ക് വരുന്നത്. അവർക്ക് തോഷിയെ നേരത്തെ അറിയാമായിരുന്നു. യോ സുക്കാസയോട് പറഞ്ഞു, ഇതാണ് തോഷി, ഗോകുരാക്കു ടീമിന്റെ പ്രധാന ലീഡർ. ഒരു ബൈക്കർ ഗ്യാങ്ങിന്റെ ലീഡറെ തന്റെ മുന്നിൽ കണ്ട് സുക്കാസയ്ക്ക് ഒരുപാട് സന്തോഷമായി. തോഷി യോയോട് ചോദിച്ചു, ഏതാ ഈ പുതിയ പയ്യൻ? യോ സുക്കാസയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, കണ്ടാ ദുർബലനാണെന്ന് തോന്നുമെങ്കിലും ദേഷ്യം വന്ന ഇവൻ അതിശക്തിമാനാ. ഒക്കെ കേട്ടതും തോഷി എല്ലാവരോടുമായി പറഞ്ഞു, വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, ബൈക്കർ ഗ്യാങ്ങുകൾക്കിടയിൽ മൊത്തത്തിൽ യുദ്ധം നടക്കുകയാണ്. സുക്കാസ ചോദിച്ചു, യുദ്ധമോ? എന്ത് യുദ്ധം? തോഷി തന്റെ ആളുകളെ കൊണ്ട് ഒരു ഭൂപടം വരുത്തി സുക്കാസയ്ക്ക് കാണിച്ചു കൊടുത്തു. ഈ പ്രദേശത്ത് 3 ഗ്യാങ്ങുകളുണ്ട്. അതിൽ ഏറ്റവും വലുത് ബീസ്റ്റ് ഗ്യാങ് ആണ്. അവരുടെ പക്കൽ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ യഥാർത്ഥ ലീഡർ ഇപ്പോൾ ജയിലിലാണ്. ആ സ്ഥാനത്താണ് കാജു ഇപ്പോൾ കയറി ഗ്യാങ് നിയന്ത്രിക്കുന്നത്.
പറയുന്നത്. നിലവിൽ ബൈക്കേഴ്സ് ഗ്യാങ്ങിനിടയിൽ അവരാണ് 1-ാം സ്ഥാനത്ത്. അടുത്തത് നെയ്റ്റ്സ് ഗ്യാങ്. അവരുടെ പക്കലും വലിയൊരു പ്രദേശവും ഒരുപാട് ആളുകളുമുണ്ട്. അവരുടെ ലീഡർ ഹീറോ എന്ന് വിളിപ്പേരുള്ള ഒരുത്തനാണ്. ഇത് കൂടാതെ ബാക്കി ഭാഗങ്ങൾ കിസ് ഗ്യാങ്, ഡ്രാക്കുള ഗ്യാങ് എന്നിവരുടെ കീഴിലാണ് വരുന്നത്. സുക്കാസ ചോദിച്ചു, അപ്പോ നിങ്ങളുടെ ഗ്യാങ്ങായ ഗോകുരാവിന്റെ പ്രദേശം ഈ മാപ്പിൽ എവിടെയാ? തോഷി അവന് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. അത് കണ്ട് സുക്കാസ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവരുടെ കീഴിൽ വളരെ ചെറിയൊരു പ്രദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തോഷി പറഞ്ഞു, നിലവിൽ നമ്മുടെ പോരാട്ടം നെയ്റ്റ്സ് ഗ്യാങ്ങുമായിട്ടാണ്. നമ്മൾ അവരുടെ ലീഡറെ തോൽപ്പിച്ചാൽ അവരുടെ പ്രദേശം കൂടി നമ്മുടെ കീഴിലാകും. തുടർന്ന് തോഷി യോയോട് പറഞ്ഞു, നീയും നിന്റെ കൂട്ടുകാരും ഞങ്ങളുടെ ഗ്രൂപ്പായ ഗോകുരാവിൽ ചേരണം എന്നാണ് എന്റെ ആഗ്രഹം. അത് നമുക്ക് കൂടുതൽ ശക്തി പകരും. യോയ്ക്ക് വഴക്കുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാനായിരുന്നു താല്പര്യം. അതിനാൽ അവൻ വിസമ്മതിക്കാൻ തുടങ്ങിയതായിരുന്നു. എന്നാൽ യോ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ സുക്കാസ അതിന് സമ്മതം മൂളി. അത് കേട്ട് തോഷിയും കൂട്ടുകാരും വളരെ സന്തോഷിച്ചു. സുക്കാസയ്ക്കും വലിയ സന്തോഷമായി. എന്നാൽ തങ്ങൾ വലിയൊരു ആപത്തിലേക്കാണ് പോകുന്നതെന്ന് യോയ്ക്കും ഹിസാവുവിനും മനസ്സിലായി കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം സുക്കാസ ഒരു പാർക്കിൽ പോയിരുന്ന് ആലോചിക്കാൻ തുടങ്ങി. പോരാടുമ്പോ ഞാൻ എന്റെ എതിർ ടീമിനോട് പറയും, ഞാനാണ് സുക്കാസ, ഗോകുരാക്കുവിലെ മെമ്പർ. കൃത്യം ആ സമയത്ത് കുമി അവിടെ എത്തി. അവൾ സുക്കാസയോട് സംസാരിക്കുകയും അന്ന് തന്നെ രക്ഷിച്ചതിന് നന്ദി പറയുകയും ചെയ്തു. താൻ കുമിയെ വീണ്ടും കാണുകയാണെന്ന് സുക്കാസയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ കുമിയോട് ചോദിച്ചു, ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ, എന്റെ കവിളിലൊന്നു നുള്ളാമോ? കുമി അവന്റെ കവിളിൽ നുള്ളി. എന്നിട്ട് പറഞ്ഞു, എന്റെ പേര് കുമിയെന്നാണ്. നിന്റെ പേരെന്താ? സുക്കാസ തന്റെ പേര് പറഞ്ഞു. കുമി പറഞ്ഞു, നീ എന്നെ സഹായിച്ചതുകൊണ്ട് അതിന് എനിക്ക് തിരികെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. എനിക്കതിന്റെ കടം വീട്ടണം. സുക്കാസ അവൾക്ക് ലവേഴ്സ് ഓട്ടോ റിപ്പയർ സെന്ററിന്റെ കാർഡ് നൽകിയിട്ട് പറഞ്ഞു, നിനക്കെന്നെ കാണണമെന്നുണ്ടെങ്കിൽ ദാ ഇങ്ങോട്ട് വരാം. തിരികെ പോകുമ്പോൾ സുക്കാസ വലിയ സന്തോഷത്തിലായിരുന്നു. ഒരു പെൺകുട്ടിയുമായി തനിക്ക് സൗഹൃദമുണ്ടായെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിലുപരി അവൾ എത്ര സുന്ദരിയാണ്. തിരികെ എത്തിയപ്പോ സുക്കാസ യോയോയോട് കുമിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈജി വന്ന് പറഞ്ഞു, ഇത് പെൺകുട്ടികളെ കുറിച്ച് സംസാരിക്കാനുള്ള സമയമല്ല. നമുക്കിനി നെയ്റ്റ്സ് ഗ്യാങ്ങുമായി പോരാടണം. അവർ മൂവരും മാത്രമേ പോരാട്ടത്തിനിറങ്ങൂ എന്നവർ തീരുമാനിച്ചു. ഹിസാവു അവിടെ വരില്ലായിരുന്നു. യോ സുക്കാസയോട് പറഞ്ഞു, ഹിസാവു പണ്ട് നെയ്റ്റ്സ് ഗ്യാങ്ങിലെ അംഗമായിരുന്നു. അതിലുപരി അവരുടെ ലീഡറായ ഹീറോ ഹിസാവുവിന്റെ സഹോദരനാണ്. എന്നാൽ ചില കാരണങ്ങളാൽ ഹിസാവു ആ ടീം വിട്ടു. അതുകൊണ്ട് നമുക്കവനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാൻ കഴിയില്ല. ഹിസാവു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ഒറ്റയ്ക്ക് നെയ്റ്റ്സ് ഗ്രൂപ്പിന്റെ താവളത്തിലേക്ക് ചെന്നു. അവൻ നേരിട്ട് അവരുടെ ലീഡറായ ഹീറോയോട് സംസാരിച്ചു. നീ ഗോകുരാവുവിന്റെ ലീഡറുമായി സംസാരിച്ച് ഈ വഴക്ക് അവസാനിപ്പിക്ക്. ഗോകുരാവു വളരെ ചെറിയൊരു ടീമാണ്. ഹിസാവു ഹീറോയോട് അപേക്ഷിച്ചു. ഹീറോ പറഞ്ഞു, ശരി, ഞാൻ ഈ വഴക്ക് എന്നേക്കുമായി അവസാനിപ്പിക്കാം. ഹിസാവു മടങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും നെയ്റ്റ് ഗ്യാങ്ങിലെ ആളുകൾ അവനെ വളഞ്ഞു. ഹീറോ സ്വന്തം സഹോദരനെന്ന് പോലും ചിന്തിക്കാതെ ഹിസാവുവിനെ തന്റെ ഗ്യാങ്ങുമായി പോരടിക്കാൻ വിടുകയായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ഹിസാവു അതീവ ഗുരുതരാവസ്ഥയിൽ തന്റെ ടീമിന്റെ അടുത്തേക്കെത്തി. ഹിസാവുവിന്റെ ഈ അവസ്ഥ കണ്ട് മൂവരും പരിഭ്രാന്തരായി. സുക്കാസയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവർ മൂവരും പ്രതികാരം ചെയ്യാൻ തയ്യാറായി. തോഷിയും ഈ വിവരമറിഞ്ഞപ്പോ എല്ലാവരെയും ഒന്നിച്ചുകൂട്ടി താൻ നിർമ്മിച്ച ഒരു മോഡൽ കാണിച്ചു കൊടുത്തു. അത് നെയ്റ്റ്സ് ഗ്യാങ് താമസിക്കുന്ന സ്ഥലത്തിന്റെ ഒരു രൂപരേഖയായിരുന്നു. തോഷി അവരോട് പറഞ്ഞു, അവിടെ ഭിന്ന രീതിയിൽ 2 വഴികളുണ്ട്. നമുക്ക് വെവ്വേറെ ടീമുകളായി അവിടെ ചെന്ന് അവരെ ആക്രമിക്കാം. അവരെല്ലാം നെയ്റ്റ്സ് ഗ്യാങ്ങിനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങി. മറുഭാഗത്ത് കുമിയ കാർഡിന്റെ സഹായത്തോടെ ലവേഴ്സ് ഓട്ടോ റിപ്പയർ സെന്ററിൽ എത്തിച്ചേർന്നു. അവൾ സുക്കാസയെ കാണാൻ വന്നതായിരുന്നു. എന്നാൽ ഇതേ സമയം ഹീറോ ആ സ്ഥലം തകർക്കാൻ തന്റെ 3 ആളുകളെ അയച്ചിട്ടുണ്ടായിരുന്നു. അവർ കുമിയെ അവിടെ കണ്ടപ്പോ അവളെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു. വിശ്രമിക്കുകയായിരുന്നു ഹിസാവു. ശബ്ദം കേട്ട് പുറത്തു വന്നപ്പോ നെയ്റ്റ്സ് ഗ്യാങ്ങിലെ ആളുകൾ കുമിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് കണ്ടു. പരിക്കേറ്റിരുന്നതിനാൽ ഹിസാവുവിന് അവരോട് പോരാടാൻ കഴിഞ്ഞില്ല. അവിടെ മറ്റുള്ളവർ അപ്പോഴും പദ്ധതി തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോഴാണ് ഹിസാവു ഒന്ന് സുക്കാസയോട് പറഞ്ഞത്, നെയ്റ്റ്സ് ഗ്യാങ്ങിലെ ആളുകൾ കുമിയെ തട്ടിക്കൊണ്ടുപോയി എന്ന്. സുക്കാസ ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് പുറപ്പെടാനൊരുങ്ങി. യോ അവനെ തടയുകയും ശാന്തനാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സുക്കാസ പറഞ്ഞു, ഞാൻ കാരണമാണ് കുമി ഈ അപകടത്തിൽപ്പെട്ടത്. എനിക്കവളെ രക്ഷിച്ചേ മതിയാകൂ. ഉടൻ യോ പറഞ്ഞു, അങ്ങനെങ്കിൽ ഞങ്ങളും നിന്റെ കൂടെ വരാം. അവർ 4 പേരും ഒന്നിച്ച് നെയ്റ്റ്സ് ഗ്യാങ്ങിന്റെ താവളത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇത് കണ്ട് തോഷി സുക്കാസയ്ക്ക് തന്റെ ബൈക്ക് നൽകി. അതുകൊണ്ട് തന്നെ വേഗത്തിൽ അവർക്ക് നെയ്റ്റ്സ് ഗ്യാങ് താവളത്തിലെത്താൻ കഴിഞ്ഞു. ബൈക്കിൽ
ഗ്യാങ്ങിൽ സഞ്ചരിക്കാൻ കിട്ടിയ അവസരം സുക്കാസയ്ക്ക് വലിയ സന്തോഷം പകർന്നിരുന്നു. അവൻ എപ്പോഴും ബൈക്ക് ഓടിക്കുന്നത് വലിയ ആഗ്രഹമായിരുന്നു. നൈറ്റ് ഗ്യാങ്ങിന്റെ താവളത്തിലെത്തിയതും യോയോയും സുക്കാസയും നേരിട്ട് ഹീറോയോടും അവന്റെ ഗ്യാങ്ങിനോടും പോരാടാൻ പോയി. ഈജിയും ഹിസാവും മാറി കുമിയെ മോചിപ്പിക്കാനും ചെന്നു. സുക്കാസയും യോയും ബൈക്കിൽ അവരുടെ പ്രദേശത്തെ കിരച്ചു കയറുകയും പോരാട്ടം തുടങ്ങുകയും ചെയ്തു. മറുഭാഗത്ത് ഹിസാവു ഈജിയെയും കൂട്ടി നൈറ്റ്സ് ഗ്യാങ് ആളുകളെ തടവിലാക്കുന്ന ഇടത്തേക്ക് ചെന്നു. അവിടെ രണ്ടാളുകൾ കുമിയെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവർ വിചാരിച്ചു, നമ്മുടെ ബോസ് ഹീറോ ഈ പെൺകുട്ടിയെ കാണുന്നതുവരെ നമുക്കിവളെ അങ്ങ് ഉപയോഗിക്കാം. എന്നാൽ പെട്ടെന്ന് ആരോ പുറകിൽ നിന്ന് അവരെ അടിച്ചു കുമിയെ രക്ഷപ്പെടുത്തി. പുറത്ത് ഈജിയും ഹിസാവുവും ആളുകളോട് പോരാടി അവരെ വീഴ്ത്തി ഉള്ളിലേക്ക് വന്നു. എന്നാൽ കുമി അവിടെ ഉണ്ടായിരുന്നില്ല. മറുഭാഗത്ത് യോയും സുക്കാസയും ചേർന്ന് നൈറ്റ്സ് ഗ്യാങ്ങിലെ എല്ലാവരെയും നേരിടുകയായിരുന്നു. അതിനുശേഷം അവർ ഹീറോയുടെ മുന്നിലെത്തി. ഹീറോ നേരിട്ട് അവരോട് പോരാടാൻ വന്നു. സുക്കാസ മുന്നോട്ട് നീങ്ങി. ഒരടി കിട്ടിയ ശേഷവും സുക്കാസയോയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവനോട് ഞാൻ തനിയെ പോരാടിക്കോളാം. ഹീറോയും തന്റെ കൂട്ടുകാരോട് പോരാട്ടത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞു. തുടർന്ന് സുക്കാസയും ഹീറോയും തമ്മിൽ കടുത്ത പോരാട്ടം ആരംഭിച്ചു. എന്നാൽ അവസാനം സുക്കാസ ഹീറോയ്ക്കുമേൽ മികച്ച വിജയം നേടിയെടുത്തു. സുക്കാസ ഹീറോയെ വീണ്ടും തല്ലാനൊരുങ്ങിയപ്പോഴേക്കും കുമി അവിടേക്ക് വന്ന് അവനെ തടഞ്ഞു. പക്ഷേ ഹീറോയ്ക്ക് വീണ്ടും പോരാടണമായിരുന്നു. അപ്പോഴാണ് എറിക്ക എന്നു പേരുള്ള ഒരു പെൺകുട്ടി അവിടേക്ക് കടന്നു വന്നത്. അവൾ ഒരു വടികൊണ്ട് ഹീറോയെ തല്ലാൻ തുടങ്ങി. നീ വീണ്ടും പെൺകുട്ടികളെ ഈ പോരാട്ടത്തിലേക്കും വഴക്കിലേക്കും വലിച്ചിടാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചു. ഹീറോയ്ക്ക് അവളുടെ മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കുമി സുക്കാസയോട് പറഞ്ഞു, ഈ പെൺകുട്ടിയെ എന്നെ രക്ഷിച്ചത്. തുടർന്ന് ഹിസാവു അവിടെ എത്തി പറഞ്ഞു, ഇത് എറിക്കയാണ്, ഹീറോയുടെ കാമുകി. ഇവളെ ഹീറോയ്ക്ക് പോലും ഭയമാണ്. കുറച്ച് കഴിഞ്ഞതും പോരാട്ടമൊക്കെ അവസാനിപ്പിച്ച് അവർ സംസാരിച്ചു. ഹീറോ സുക്കാസയ്ക്ക് മുന്നിൽ തോറ്റതായി എല്ലാവരും സമ്മതിച്ചു. എന്നാൽ ഹീറോ അപ്പോഴും തന്റെ പരാജയം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. കുമി സുക്കാസയുടെ മുറിവുകളിൽ മരുന്ന് പുരട്ടി കൊടുത്തു. അതിനുശേഷം രാത്രിയിൽ തോഷി എല്ലാവരെയും റെസ്റ്റോറന്റിലേക്ക് വിളിപ്പിച്ചു. തോഷി ലീഡർ പദവി ഒഴിയാൻ തീരുമാനിച്ചിരുന്നു. ഈജിയും സുക്കാസയും ഒരാളെ ലീഡറായി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. തോഷി ഇരുവരുടെയും കയ്യിൽ ഓരോ നാരങ്ങ വെള്ളം നൽകിയിട്ട് പറഞ്ഞു, ആരാണോ ഇതാദ്യം കുടിച്ചു തീർക്കുന്നത് അവൻ നമ്മുടെ ടീമിന്റെ 8ാമത്തെ ലീഡറാകും. സുക്കാസ ആവശ്യത്തോടെ നാരങ്ങ വെള്ളം കുടിച്ചു തീർക്കാൻ തുടങ്ങി. യോ ആകട്ടെ സുക്കാസയെ ജയിക്കാൻ അനുവദിച്ചു. അങ്ങനെ സുക്കാസ ജയിച്ച് ഗോകുരാവിന്റെ 8ാമത്തെ ലീഡറായി മാറി. തോഷി സുക്കാസയ്ക്ക് ലീഡറുടെ വസ്ത്രം നൽകി. തുടർന്ന് സുക്കാസ തന്റെ ലീഡർ പ്രസംഗം നടത്തി. അവരെല്ലാവരും സുക്കാസ ലീഡറായതിന്റെ സന്തോഷത്തിൽ പാർട്ടി ആഘോഷിക്കാൻ ആരംഭിച്ചു. എന്നാൽ മറുഭാഗത്ത് ബീസ്റ്റ് ഗ്യാങ്ങിന്റെ യഥാർത്ഥ ലീഡറായ ഡന്നോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. കാജു ഡന്നോയെ കാണാൻ ചെന്ന് പറഞ്ഞു, ഗോകുരാകുട്ടിയും നൈറ്റ്സ് ഗ്യാങ്ങിനെ തോൽപ്പിച്ചു. ഇപ്പോൾ അവർക്ക് പുതിയൊരു ലീഡറുണ്ട്. ഡന്നോ ഇതിൽ വലിയ ശ്രദ്ധ കൊടുക്കാതെ അവിടെ നിന്ന് പോയി. ഡന്നോ ഒറ്റയ്ക്ക് അവിടെയുള്ള നിരവധി ആളുകളെ തല്ലി വീഴ്ത്തിയിരിക്കുന്നത് കാജു നോക്കിക്കണ്ടു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഡന്നോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വിവരം ഈജിയും ഹിസാവും അറിഞ്ഞു. ബീസ്റ്റ് ഗ്രൂപ്പിന്റെ അടുത്ത ലക്ഷ്യം തങ്ങളുടെ ഗ്രൂപ്പായ ഗോകുരാഗു ആയിരിക്കും എന്നവർക്ക് മനസ്സിലായി. എന്നാൽ അവരുടെ ലീഡർക്ക് അതിലൊന്നും യാതൊരു ശ്രദ്ധയുമുണ്ടായിരുന്നില്ല. അവൻ തന്റെ മുടി ചീകിയൊതുക്കുന്നതിലും ഫാഷനിലുമൊക്കെ ശ്രദ്ധിക്കുന്ന തിരക്കിലായിരുന്നു. കാരണം സുക്കാസയ്ക്കന്ന് കുമിയുടെ കൂടെ പുറത്തു പോകേണ്ടതുണ്ടായിരുന്നു. ഈജിയും ഹിസാവും അവനോട് പറഞ്ഞു, സുക്കാസ നീ കുറച്ചുകൂടി ഗൗരവം കാണിക്കണം. ബീസ്റ്റ് ഗ്യാങ്ങിന്റെ യഥാർത്ഥ ലീഡർ ഡന്നോ വളരെ ശക്തനാണ്. അവൻ തീർച്ചയായും നമ്മളെ തന്നെ ലക്ഷ്യമിടും. എന്നാൽ സുക്കാസയ്ക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. സുക്കാസ പറഞ്ഞു, നമ്മൾ അവനെയും തോൽപ്പിക്കും. 1ാം നമ്പർ ഗ്രൂപ്പാകും. അതിനുശേഷം അവൻ കുമിയെ കാണാൻ പോയി. സുക്കാസ അവൾക്ക് തന്റെ ബൈക്ക് കാണിച്ചു കൊടുത്തു. അവരിരുവരും അതിൽ യാത്ര തിരിച്ചു. സുക്കാസ കുമിയെ ശാന്തമായ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അവർ വൈകുന്നേരം വരെ സമയം ചിലവഴിച്ചു. സംസാരിക്കുന്നതിനിടയിൽ കുമി സുക്കാസയോട് ചോദിച്ചു, നീ വീണ്ടും ഇനി ഫൈറ്റിന് പോകുമോ? നൈറ്റ്സ് ഗ്യാങ്ങിനെ തോൽപ്പിച്ചതിനു ശേഷം ഇനി നിന്റെ പോരാട്ടം ബീസ്റ്റ് ഗ്യാങ്ങുമായിട്ടാണെന്ന് ആ എറിക്ക എന്നോട് പറഞ്ഞു. നീ വീണ്ടും പോരാടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് തീർച്ചയായും ഇങ്ങനെ ഫൈറ്റ് ചെയ്യണോ? സുക്കാസ പറയാൻ തുടങ്ങി.
എനിക്ക് ഒരു യഥാർത്ഥ പുരുഷനെ പോലെയാകണം. സുക്കാസ പിന്നീട് കുമിയോട് മുരാക്കോഷിയെക്കുറിച്ച് പറഞ്ഞു. മുരാക്കോഷി സുക്കാസയെ പഠിപ്പിച്ചിരുന്നു, നിനക്കൊരു യഥാർത്ഥ പുരുഷനാകണമെങ്കിൽ നീ ആളുകളെ സംരക്ഷിക്കണം. നീ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നീ തന്നെ കണ്ടെത്തണം. അങ്ങനെ നിനക്ക് ശക്തനാകാൻ കഴിയും. സുക്കാസ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് എന്തായാലും പോരാടേണ്ടി വരും. കുമി അല്പം സങ്കടത്തോടെ അത് കേട്ടതും പറഞ്ഞു, നിനക്ക് പരിക്കേൽക്കുന്നത് കാണാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നത്. നിന്നെ അടിയേറ്റ് വേദനയിലും മറ്റും കാണുമ്പോ എനിക്കും വല്ലാതെ വേദനിക്കുന്നു. കുമി സുക്കാസയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ സുക്കാസ പറഞ്ഞു, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കാൻ ഇനി കഴിയില്ല. എനിക്ക് എന്റെ ടീമിലെ അംഗങ്ങളെ സംരക്ഷിച്ചേ മതിയാകൂ. അത് അവർക്കിടയിൽ ചെറിയൊരു അകൽച്ച രൂപപ്പെടുത്തി. അതുമൂലം സങ്കടത്തോടെ കുറച്ചു കഴിഞ്ഞ് റെസ്റ്റോറന്റിൽ ഇരിക്കുകയായിരുന്ന സുക്കാസയുടെ അടുത്ത് തോഷി വന്നു. സുക്കാസ തോഷിയോട് സംസാരിക്കുകയും എങ്ങനെ ഒരു നല്ല ലീഡറാകാം എന്ന് തോഷിയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തു. അടുത്ത ദിവസം ഡെന്നോ ഒറ്റയ്ക്ക് നേറ്റ്സ് ഗ്യാങ്ങിനെ ആക്രമിച്ച് അവരുടെ അസ്ഥികൾ തകർത്തു. ഹീറോയോട് പോരാടിയിട്ടും അവൻ ആ പോരാട്ടത്തിൽ ഒട്ടും ആനന്ദം തോന്നിയില്ല. ആ ടീമിൽ ആരും അവന്റെ നിലവാരത്തിലുള്ളവരുമായിരുന്നില്ല. അതുകൊണ്ട് ഗോകുരാവിന്റെ ലീഡർ ഹീറോയേക്കാൾ ശക്തനായിരിക്കണം എന്നായിരുന്നു ഡെന്നോ ചിന്തിച്ചത്. മറുഭാഗത്ത് കാജുയോയെ കാണുകയായിരുന്നു. കാജുയോയെ ഒരു വിജനമായ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, നീ ബീസ് ഗ്യാങ്ങിലേക്ക് വരൂ. നീ ശക്തനാണ്. ആ വിലകെട്ട ടീമിലിരുന്ന് നീ നിന്റെ കഴിവ് പാഴാക്കിക്കൊണ്ടിരിക്കുന്നു. അത് കേട്ടതും യോ പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഡെന്നോ ഉണ്ടല്ലോ, അവനുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ടീം വളരെ ശക്തമാണ്. ഉടൻ കാജു പറഞ്ഞു, ഡെന്നോയ്ക്ക് ആകെ പോരാട്ടങ്ങൾ മാത്രമേ ഇഷ്ടമുള്ളൂ. അവൻ തകരുന്നതുവരെ ഇങ്ങനെ ഓരോ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അവൻ ഒന്നാമനാകണം എന്നൊന്നുമില്ല. നമ്മളിന്നും ഒന്നിച്ചൊന്നാം സ്ഥാനത്തെത്താൻ സ്വപ്നം കണ്ടിരുന്നതല്ലേ. യോ വീണ്ടും വിസമ്മതിച്ചുകൊണ്ട് പറഞ്ഞു, നീ ബേസ് ഗ്യാങ്ങിൽ ചേർന്നപ്പോൾ തന്നെ നമ്മൾ വേർപിരിഞ്ഞതാണ്. ഇനി ആരെങ്കിലും ഒന്നാമതെത്തുമെങ്കിൽ അത് ഞങ്ങളുടെ ലീഡർ സുക്കാസിയായിരിക്കും. അവനതിനുള്ള കരുത്തുണ്ട്. ഒരു ദിവസം അവൻ ഒന്നാമനായി ആ ഇതിഹാസ മോട്ടോർ സൈക്കിൾ ഓടിക്കും. അതോടെ ഇരുവരും തമ്മിൽ തർക്കമായി. യോ കാജുവിനോട് പറഞ്ഞു, നീ ഞങ്ങളുടെ ഇടയിൽ വന്നാൽ ഞാൻ നിന്നെ എപ്പോഴും ചെയ്യാറുള്ളതുപോലെ തോൽപ്പിച്ചിരിക്കും. വെറുതെ പ്രശ്നമുണ്ടാക്കരുത്. അതും പറഞ്ഞ് യോ അവിടുന്ന് പോയി. എന്നാൽ കാജു തന്റെ കൂട്ടാളികൾക്ക് ഗോകുരാഗുവിനെ ആക്രമിക്കാൻ ഉത്തരവ് നൽകി. തുടർന്ന് അവന്റെ കൂട്ടാളികൾ ഈജിയെയും ഹിസാവുവിനെയും ഒറ്റയ്ക്ക് കണ്ട് അവരോട് പോരാടാൻ ചെന്നു. ഒരുപാട് ആളുകൾ തോഷിയുടെ റെസ്റ്റോറന്റും ആക്രമിച്ചു. കുറച്ചു സമയത്തിനു ശേഷം സുക്കാസ ഇതെറിഞ്ഞു. സുക്കാസ ഉടനടി റെസ്റ്റോറന്റിൽ എത്തിയെങ്കിലും അത് തകർക്കപ്പെട്ടിരുന്നു. അവർ തോഷിയെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. തോഷി ബോധം മറയുന്നതിനു മുമ്പ് സുക്കാസയോട് പറഞ്ഞു, നീ നമ്മുടെ ടീമിനെ രക്ഷിക്കണം. സുക്കാസ യോയോടും ബാക്കിയുള്ളവരോടും ഒന്നിച്ചുകൂടാൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് യോ ഇപ്പോൾ ഈജിയുടെയും ഹിസാവുവിന്റെയും കൂടെയുണ്ടെന്ന് സുക്കാസ അറിയുന്നത്. അവർ രണ്ടുപേരെയും ബീസ് ഗ്യാങ് ആക്രമിച്ചിരുന്നു. അവരുടെ അവസ്ഥ വളരെ മോശമാണ്. അത് കേട്ടതും സുക്കാസയ്ക്ക് അതിയായ ദേഷ്യം വന്നു. ഇതേസമയം മറുവശത്ത് എറിക്ക കുമിയുടെ കൂടെയുണ്ടായിരുന്നു. സുക്കാസയ്ക്കും അവന്റെ ഗ്യാങ്ങിനും റൈഡർമാരാകുന്നതും ഒന്നാമതെത്തുന്നതും എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എറിക്ക കുമിക്ക് മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ട് അവർക്ക് പോരടിക്കേണ്ടി വരും. അതിനാൽ നീയും കുറച്ചുകൂടി ശക്തയും ദൃഢമനസ്കയുമാകണം. സുക്കാസയെ പിന്തുണയ്ക്കുകയും വേണം. എറിക്കയുടെ വാക്കുകൾ കുമിക്ക് ആശ്വാസം പകർന്നു. കാര്യങ്ങൾ അവൾക്ക് മനസ്സിലായി. മറുവശത്ത് ഡെന്നോ പരിശീലനത്തിലായിരുന്നു. അവനൊരു പഞ്ചിങ് ബാഗിലിടിച്ച് അത് തകർത്തു കളഞ്ഞു. അപ്പോഴാണ് കാജു വന്ന് പറഞ്ഞത് തങ്ങൾ ഗോകുരാവുവിനെ തകർത്തു എന്ന്. എന്നാൽ അത് കേട്ട് ഡെന്നോയ്ക്ക് സന്തോഷം തോന്നിയില്ല. അവൻ പറഞ്ഞു, നമ്മൾ ബീസ് ഗ്യാങ്ങിലെ ആളുകളാണ്. നമ്മൾ പുറകിൽ നിന്ന് കുത്തില്ല. നീയെല്ലാം എന്നെ ഏൽപ്പിച്ചല്ലേ പോയത്. ഞാൻ നമ്മുടെ ടീമിനെ ഒന്നാം സ്ഥാനത്തെത്തിക്കുക തന്നെ ചെയ്തു. അതിനെന്താ, അതെനിക്കും ചെയ്യാൻ കഴിയും. ഞാനാണ് ഏറ്റവും ശക്തൻ. അതായിരുന്നു ഡെന്നോയുടെ മറുപടി. ഇതേസമയം ലവേഴ്സ് ഓട്ടോ റിപ്പയർ സെന്ററിൽ സുക്കാസ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. അവൻ ഗോകുരാഗു ലീഡറുടെ വസ്ത്രം ധരിച്ച് പോരാട്ടത്തിനായി പുറപ്പെട്ടു. അപ്പോൾ കുമി അവന്റെ അടുത്തു വന്നു. ഇത്തവണ അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അവൾ പറഞ്ഞു, സുരക്ഷിതമായി തിരിച്ചു വരണം. യോ ആകട്ടെ ഈജിയുടെയും ഹിസാവുവിന്റെയും അവസ്ഥ കണ്ടതിനു ശേഷം പ്രതികാരം ചെയ്യാൻ പുറപ്പെട്ടു. അപ്പോൾ ഹിസാവു അവനെ തടഞ്ഞു. കാജു ഇതേസമയം തന്റെ ആളുകളോട് പറഞ്ഞു, ഇനി യോയും സുക്കാസയും മാത്രമേ ബാക്കിയുള്ളൂ. അവരെയും തങ്ങൾ വെറുതെ വിടില്ല. അപ്പോഴേക്കും സുക്കാസ അവിടെയുള്ള ആളുകളെ തല്ലി വീഴ്ത്തിക്കൊണ്ട് ഉള്ളിലേക്ക് കയറി വന്നു. സുക്കാസ നേരിട്ട് ഡെന്നോയെ പോരാട്ട
പോരാട്ടത്തിന് വെല്ലുവിളിച്ചു. അപ്പോൾ കാജു പറഞ്ഞു, ആദ്യം നീ ഞങ്ങളെ തോൽപ്പിക്കടാ. എന്നാൽ അവന്റെ വാക്ക് മുറിച്ചുകൊണ്ട് ഡെന്നോ നേരിട്ട് പോരാടാൻ എഴുന്നേറ്റു നിന്നു. അവൻ മുന്നോട്ട് വന്നു. ഇരുവർക്കുമിടയിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. സുക്കാസയുടെ ഇടിയിൽ ഡെന്നോയിൽ ഒരു ചലനവുമുണ്ടാക്കിയില്ല. അവൻ ഒരൊറ്റ ഇടിക്ക് സുക്കാസയെ നിലംപരിശാക്കി. അപ്പോൾ കാജു മുന്നോട്ട് വന്ന് സുക്കാസയെ തല്ലാൻ തുടങ്ങി. എന്നിട്ട് ഡെന്നോയോട് പറഞ്ഞു, ഇവനെ എനിക്ക് വിട്ടേക്ക്. കാജു ഒരു വടികൊണ്ട് സുക്കാസയെ ആക്രമിച്ചു. എന്നാൽ യോ കൃത്യസമയത്തെത്തി സുക്കാസയെ രക്ഷപ്പെടുത്തി. യോ കാജുവിനോട് പറഞ്ഞു, പോരാടണമെങ്കിൽ എന്നോട് പോരാടടാ. യോ കാജുവിനെ ഒന്നിടിച്ചു. എന്നിട്ട് സുക്കാസയോട് പറഞ്ഞു, നീ അപ്പോ ഒറ്റയ്ക്കല്ലല്ലേ. അതിനുശേഷം ഹിസാവും മീജിയും ഗോകുരാഗുവിലെ ബാക്കി അംഗങ്ങളും കൂടി അവിടെ എത്തി. കൂടെ ഹീറോയും അവന്റെ മുഴുവൻ ഗ്യാങ്ങുമായി അവിടെ എത്തിച്ചേർന്നു. സുക്കാസ അത് കണ്ട് അത്ഭുതപ്പെട്ടു. ഹീറോ പറഞ്ഞു, കുമിയോട് നന്ദി പറ. അവളാണ് ഞങ്ങളോട് ഈ പോരാട്ടത്തിൽ പങ്കുചേരാൻ വന്നാവശ്യപ്പെട്ടത്. അതിനുശേഷം ഇരു ഗ്യാങ്ങുകളും ഒന്നിച്ച് ബീസ് ഗ്യാങ്ങിന് മേൽ ഇരച്ചു കയറി. എന്നാൽ ഡെന്നോയ്ക്കാകട്ടെ അതിലൊന്നും ഒരു രസവും തോന്നിയില്ല. കാജുവും കനത്ത പോരാട്ടത്തിലായിരുന്നു. ഇതെല്ലാം കണ്ട ശേഷം ഡെന്നോ പോരാട്ടത്തിലേക്ക് ഇറങ്ങി. അവനെല്ലാവരെയും ഒതുക്കാൻ തുടങ്ങി. അവൻ ഈജിയോടും പോരാടി. ഈജി അവന്റെ മുന്നിൽ ഒന്നുമല്ലായിരുന്നു. ഡെന്നോ അവനെ എളുപ്പത്തിൽ തോൽപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം അവൻ ഹിസാവിനെയും ഹീറോയെയും കണ്ടു. അതുകൊണ്ട് ഡെന്നോ അവരോട് രണ്ടുപേരോടും ഒന്നിച്ച് തനിക്കെതിരെ വരാൻ ആവശ്യപ്പെട്ടു. ഡെന്നോ രണ്ടുപേരെയും ഒന്നിച്ചടിച്ച് എളുപ്പത്തിൽ തോൽപ്പിച്ചു. ഇതേ സമയം കാജുവും യോയും നേർക്കുനേർ വന്നു. യോ കാജുവിനോട് പോരാടാൻ തുടങ്ങി. രണ്ടുപേരും ഏറ്റുമുട്ടലിൽ തുല്യരായിരുന്നു. അവർ പരസ്പരം ഇടികളും ചവിട്ടുകളും കൈമാറി. അപ്പോൾ യോയ്ക്ക് കുറച്ച് തല്ലുകിട്ടി. എങ്കിലും അവൻ വീണ്ടും എഴുന്നേറ്റ് കാജുവിനെ നിരന്തരം അടിച്ചു. ഒടുവിൽ പരാജയപ്പെടുത്തി. എന്നാൽ അപ്പോഴേക്ക് അവൻ തളർന്നിരുന്നു. യോയ്ക്കിനി പോരാടാൻ തീർത്തും കഴിയാത്ത അവസ്ഥ. മൈതാനത്ത് സുക്കാസയും ഡെന്നോയും മാത്രമാണ് അവശേഷിക്കുന്നത്. സുക്കാസ വീണ്ടും ഡെന്നോയോട് പോരാടാൻ തുടങ്ങി. ഡെന്നോ വളരെ ശക്തനായിരുന്നു. അവൻ വളരെ എളുപ്പത്തിൽ സുക്കാസയെ മർദ്ദിക്കുകയും ചെയ്തു. എങ്കിലും സുക്കാസ പരാജയം സമ്മതിച്ചില്ല. അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഡെന്നോയ്ക്ക് നിരവധി ഇടികൾ നൽകി. എന്നാൽ പിന്നീട് ഡെന്നോ ദേഷ്യത്തോടെ സുക്കാസയെ ക്രൂരമായി അടിച്ച് താഴെയിട്ടു. എന്നിട്ട് പറഞ്ഞു, നിന്നെപ്പോലൊരു ദുർബലന് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ലടാ. എന്നാൽ ആ സമയം യോ, ഹിസാവു, ഇജി എന്നിവരെല്ലാം സുക്കാസയോട് പറഞ്ഞു, സുക്കാസ, നിനക്കതിന് സാധിക്കും. എഴുന്നേൽക്ക്, അവനെ തോൽപ്പിക്ക്. സുക്കാസ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് എന്റെ സുഹൃത്തുക്കളെ രക്ഷിച്ചേ മതിയാകൂ. അവരുടെ മാനം കാത്തേ മതിയാകൂ. അവൻ ഡെന്നോയ്ക്കൊരു കിക്ക് കൊടുത്തു. ഡെന്നോ ദൂരേക്ക് തെറിച്ചു വീണു. കാജുവും ബാക്കിയുള്ളവരും ഉടനടി ഡെന്നോയെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അവർ വിളിച്ചു പറഞ്ഞു, നീയാണ് ഒന്നാമൻ, അവനെ തോൽപ്പിക്കഡെന്നോ. അതോടെ ഡെന്നോക്ക് വല്ലാത്ത ആനന്ദം തോന്നാൻ തുടങ്ങി. നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു ഡെന്നയ്ക്കൊരു പോരാട്ടത്തിൽ അത്തരത്തിൽ സന്തോഷം അനുഭവപ്പെടുന്നത്. അവൻ എഴുന്നേറ്റ് സുക്കാസയെ പ്രശംസിച്ചു. അതിനുശേഷം അവൻ തന്റെ യഥാർത്ഥ ഭാവത്തിലേക്ക് വന്ന് സുക്കാസയ്ക്കെതിരെ പോരാടാൻ തുടങ്ങി. ഡെന്നോയുടെ യഥാർത്ഥ ഭാവവും ക്രൂരതയും ഒക്കെ കണ്ട് കാജുവും ഞെട്ടിത്തെറിച്ചു. ഡെന്നോ വളരെ എളുപ്പത്തിൽ സുക്കാസയെ അടിച്ച് താഴെയിട്ടു. അതുകണ്ട് യോ, ഹിസാവു, ഈജി എന്നിവർ മൂവരും സുക്കാസയെ താങ്ങിയെടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അപ്പോൾ ഡെന്നോ പറഞ്ഞു, സുക്കാസ, നീ യഥാർത്ഥത്തിൽ ശക്തനാണ്. ഇന്നാദ്യമായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം ഒരാളോട് പോരാടിയപ്പോ എനിക്ക് ആനന്ദം കിട്ടിയത്. സുക്കാസ അത് കേട്ട് പുഞ്ചിരിക്കുകയും ബോധരഹിതനാവുകയും ചെയ്തു. പിന്നീട് കഥ കുറച്ചു കാലം മുന്നിലേക്ക് പോകുന്നു. ഇപ്പോൾ സുക്കാസയും ബാക്കിയുള്ളവരും ആശുപത്രിയിലാണ്. എന്നാൽ അവരൊക്കെ സുഖം പ്രാപിച്ചു വന്നിരുന്നു. 4 പേരും ഒരു ഗെയിം കളിക്കുകയായിരുന്നു. എന്നാൽ അവർക്ക് അതിലൊട്ടും രസം തോന്നിയില്ല. സുക്കാസ പറഞ്ഞു, വാ, നമുക്ക് നമ്മുടെ ടീമായ ഗോകുരാഗുവിനെ കൂടുതൽ ശക്തമാക്കാം. നമ്മൾ കൂടുതൽ കരുത്താർജിച്ച് അടുത്ത തവണ ഡെന്നോയെ തോൽപ്പിക്കും. മൂവരും അതിന് തയ്യാറായി. അപ്പോഴാണ് കുമി അങ്ങോട്ടേക്ക് വന്നത്. അവരെല്ലാവരും സുഖം പ്രാപിച്ചതിന്റെ സന്തോഷത്തിൽ അവളൊരു പാനീയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നാരങ്ങാവെള്ളമാണെന്ന് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അതിനുശേഷം അവർ 4 പേരും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി. സുക്കാസ തന്റെ കൂട്ടുകാരുടെ അടുക്കൽ ആവേശം നിറഞ്ഞൊരു പ്രസംഗം നടത്തി. 1-ാം നമ്പർ ടീമാകാൻ അവർ വീണ്ടും തയ്യാറെടുത്തു.
മറുഭാഗത്ത് നാം ഡെന്നോയെ കാണുന്നു. അവന്റെ അരികിൽ മുരാക്കോഷിയുടെ ആ ഇതിഹാസ മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു. അതിലവൻ യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. സുക്കാസയും ടീമും അവരുടെ അടുത്ത ശ്രമത്തിൽ ഡെന്നോയ്ക്കെതിരെ വിജയിക്കുമായിരിക്കാം. രണ്ടാം ഭാഗത്തിനുള്ള ഹിന്റിട്ട് ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.